കണക്ക് വിവാദത്തിൽ തട്ടി വയനാടിനുള്ള കേന്ദ്രവിഹിതം കുറയാതിരിക്കാൻ കരുതലോടെ പ്രതികരിച്ച് പ്രതിപക്ഷം. സാമാന്യയുക്തിക്ക് നിരക്കാത്ത കണക്കുണ്ടാക്കി വിശ്വാസ്യത കളഞ്ഞ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും പഴിക്കാനായിരുന്നു മന്ത്രിമാർക്ക് ഉത്സാഹം. ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട മെമ്മോറാണ്ടത്തിൽ ഉൾപ്പെട്ട എസ്റ്റിമേറ്റിന് SDRF മാനദണ്ഡവുമായി ബന്ധമില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. സാമാന്യയുക്തിക്ക് നിരക്കാത്ത കണക്കെങ്ങനെ വന്നുവെന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവ് ഇതിനുത്തരവാദികളെ കണ്ടുപിടിച്ച് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടു. സെക്രട്ടേറിയറ്റിലെ ഒരു സാമാന്യ ബുദ്ധിയുള്ളൊരു ക്ലർക്ക് പോലും ഇത് തയ്യാറാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് എവിടെയാണ് തയ്യാറാക്കിയത്? മെമ്മോറാണ്ടം തയ്യാറാക്കിയതിൽ തന്നെ വലിയ അപാകതയുണ്ടായി. വിശ്വാസ്യതയ്ക്ക് ഭംഗമേൽപ്പിക്കുന്ന രീതിയിലാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയിരിക്കുന്നത്. കേന്ദ്ര സഹായം നഷ്ടപ്പെടരുതെന്ന് കരുതലോടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. എന്നാൽ ക്രിയാത്മക വിമർശനം ഉന്നയിച്ച പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തിയാണ് മന്ത്രിമാരായ MP രാജേഷും മുഹമ്മദ് റിയാസും എസ്റ്റിമേറ്റ് എങ്ങനെ തയ്യാറാക്കി എന്ന ചോദ്യത്തോട് പ്രതികരിച്ചത്. സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ്. അതുകൊണ്ട് കാലണ കിട്ടരുത്, കേന്ദ്ര ഫണ്ടൊന്നും കിട്ടരുത്, ഈ സർക്കാർ നരകിച്ചു പോകണം, ആകെ പ്രയാസപ്പെടണം എന്നാഗ്രഹിക്കുന്ന ചിലർക്ക് ഇത്തരം വാർത്തകൾ ഗുണകരമാണ്. തെറ്റായ വാർത്ത ഒരു ദിവസം വരുന്നു, അതൊരു പകൽ കൊണ്ട് നാട് മുഴുവൻ വ്യാപിക്കുന്നു. പിന്നീട് അത് തെറ്റാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു ജാള്യവുമില്ലാതെ ചുവടുമാറ്റുന്നു. എന്താ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം? കേന്ദ്രത്തെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതല്ലേ? കണക്കുകളിൽ ചോദ്യമുയരുമ്പോഴും ഇന്നലെ ഇറക്കിയ വാർത്താക്കുറിപ്പിനപ്പുറം മറുപടിയില്ലാതെ മൗനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. 24 തിരുവനന്തപുരം.